ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ വാട്സപ്പിൽ ഇപ്പോൾ HD ക്ലാരിറ്റിയിൽ നമുക്ക് ഫോട്ടോസ് എല്ലാം അയക്കാൻ സാധിക്കും. എന്നാൽ പലരും ഇത് കറക്റ്റായ രീതിയിൽ ഇത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് HD ക്ലാരിറ്റിയോട് കൂടിയെല്ലാം ഫോട്ടോസ് അയക്കുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം നോക്കാം. ഇതിനായി ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പിൽ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ അറ്റാച്ച്മെൻറ്റ് എന്ന ഓപ്ഷനിൽ പോവുക. ഇനി നമുക്ക് ഇവിടെ ഗാലറി എന്നൊരു ഓപ്ഷൻ കിട്ടും, ഇതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഗ്യാലറിയിലുള്ള ഒരു പിക്ചർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് HD ക്ലാരിറ്റിയിൽ സെൻഡ് ചെയ്യാൻ സാധിക്കുമോ? എന്നാൽ ഇത് നമുക്ക് ഇവിടെ HD എന്നത് ഡിസേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഈ ഒരു ഫോട്ടോ ഇത് HD ക്ലാരിറ്റിയിലല്ല വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് HD ക്ലാരിറ്റിയിലുള്ള ഒരു ഫോട്ടോ എല്ലാം ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു മൊബൈലിൽ എടുത്തിരിക്കുന്ന ഒരു പിക്ചർ എല്ലാമാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ HD എന്നത് ഇത് എനേബിളായി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഹൈ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ഹൈ ഡെഫിനിഷനിലുള്ള ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ HD എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. HD എന്നത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ടാപ്പ് ചെയ്യുക. നമുക്ക് HD ആയി സെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഇത് സെലക്ട് ചെയ്യണം. ഇവിടെ രണ്ട് ഓപ്ഷൻ എല്ലാമാണ് നമുക്ക് ലഭിക്കുക. ഒന്ന് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നത് അധികം ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയോട് കൂടി സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതായത് ഇതിൽ അധികം സൈസ് ഒന്നും വരുന്നില്ല. ഇനി നിങ്ങൾ HD ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല ഹൈ ഡെഫിനിഷനോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു പിക്ചർ എല്ലാം സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ HD ക്ലാരിറ്റിയിലാണ് വേണ്ടതെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ഫോട്ടോ സെറ്റ് ആസ് HD, ഇനി നമുക്ക് ഇതൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഈ സെൻഡ് എന്ന ഓപ്ഷനിൽ നമുക്കിതിന് ടാപ്പ് ചെയ്യാം. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ HD എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് കുറച്ച് സമയമെല്ലാം എടുക്കുന്നുണ്ട്, കാരണം ഇത് അത്യാവശ്യം സൈസ് എല്ലാം ഉള്ള ഒരു ഫയലായിട്ടാണ് നമ്മൾ ഇത് സെൻഡ് ആകുന്നത്. ഇപ്പോൾ ഇത് സെൻഡ് ആയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പിക്ചറിൻ്റെ യഥാർത്ഥ സൈസിലല്ല ഈ ഒരു പിക്ചർ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇത് നല്ല ഹൈ ഡെഫിനിഷനിലെല്ലാമാണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഈ പിക്ചറിൻ്റെ ഒറിജിനൽ ക്ലാരിറ്റിയോട് കൂടിയെല്ലാം ഈ ഒരു പിക്ചർ നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കണമെങ്കിൽ ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ അയച്ചിരിക്കുന്നത് നല്ല ക്ലാരിറ്റി എല്ലാമുള്ള ഹൈ ഡെഫിനിഷനോട് കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ ഓപ്ഷൻ യൂസ് ചെയ്താണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ ക്ലാരിറ്റിയിൽ ഈ ഒരു ഫോട്ടോ എല്ലാം അയക്കണമെങ്കിൽ ഇതിനായി നമ്മൾ വീണ്ടും അറ്റാച്ച്മെൻറ്റ് എന്ന ഓപ്ഷനിൽ പോകാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെടുത്ത അതേ ക്ലാരിറ്റിയിൽ തന്നെ ആ ഒരു ഫോട്ടോ എല്ലാം സെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡോക്യുമെൻ്റ് ആയി ഇത് സെൻഡ് ചെയ്യണം. ഇതിനായി ഡോക്യുമെൻ്റ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗാലറി സെലക്ട് ചെയ്യാം. ഇനി വീണ്ടും ഞാൻ അതേ ഫോട്ടോ തന്നെ ഇവിടെ ഗാലറിയിൽ നിന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 3.6 MB ആണ് ഈ ഒരു ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള അതേ സൈസിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ അയക്കാൻ വേണ്ടി കഴിയും. അതായത് ഒറിജിനൽ ക്ലാരിറ്റിയിൽ നമുക്ക് ഇത് അയക്കാൻ സാധിക്കും. അതിനായി ഇതുപോലെ ഇനി ഇവിടെ സെൻഡ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫയൽ ഇത് ഡോക്യുമെൻ്റായി സെൻഡ് ആവുന്നത് കാരണം ഇതിൻ്റെ ഒറിജിനൽ ക്ലാരിറ്റിയിൽ നമുക്കിത് സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഹൈ ഡെഫിനിഷനിൽ നല്ല പിക്ചർ എല്ലാം സെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ HD എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. എന്നാൽ ഒറിജിനൽ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ ഡോക്യുമെൻ്റ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഫോട്ടോ എല്ലാം സെലക്ട് ചെയ്ത് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്